ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം 24 തുടരുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിന് 2 സംവിധായകരുൾപ്പെടെ 3 പേർ അറസ്റ്റിലായത് 24 എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. മാത്രമല്ല, ഈ ലഹരി കേസിൽ വളരെ ആഴത്തിലുള്ള അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്. പ്രേക്ഷകരുടെ പിന്തുണ ഇക്കാര്യത്തിൽ നമുക്ക് കൊണ്ടുതാനും. പിന്തുണ തുടരുക. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുള്ള വാർത്താ സംഘം പഹൽഗാമിൽ തുടരുകയാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഹാഷ്മി ഈ പരിപാടിയിൽ എത്തിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുഖ്യ തെളിവായി പ്രാദേശിക വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ. വീഡിയോഗ്രാഫറിൽ നിന്നും NIA മൊഴിയെടുത്തു. 2 പേരടങ്ങുന്ന 2 സംഘങ്ങളായിട്ടാണ് ഈ ഭീകർ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരം. വിനോദസഞ്ചാരികൾക്കായി റീലുകൾ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളാണ് മുഖ്യ തെളിവായി മാറിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ട്. മൈതാനത്തിന്റെ 2 വശങ്ങളിൽ നിന്ന് 2 അംഗ സംഘങ്ങളായാണ് ഭീകരർ ആക്രമണത്തിനെത്തിയത്. വീഡിയോഗ്രാഫറുടെ മൊഴി NIA രേഖപ്പെടുത്തി. ദൃശ്യങ്ങൾ NIA പരിശോധിച്ചു വരികയാണ്. 4 ഭീകരിൽ ഒരാൾ ആദിൽ തോക്കറാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ഉപയോഗിച്ചത് AK-47 M4 റൈഫിലുകളാണെന്നും തിരിച്ചറിഞ്ഞു. ഭീകരർക്കെതിരായ നടപടികൾ താഴ്വരയിൽ തുടരുകയാണ്. ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ 12 ഭീകരവാദികളുടെ വീടുകൾ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു. ശ്രീനഗറിൽ 60-ലേറെ വീടുകളിൽ റെയ്ഡ് നടത്തി. അനന്ത്നാഗിൽ 175ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സൈനികർക്കെതിരെ വീണ്ടും വെടിവെപ്പുണ്ടായി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. അതിർത്തി കടന്നുവെന്നാരോപിച്ച് പിടികൂടിയ BSF ജവാൻ PK ഷായെ വിട്ടുനൽകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. 3 പ്രാവശ്യം ചേർന്ന ഫ്ളാഗ് മീറ്റിംഗിലും ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ല. 4ാം ദിവസവും BSF ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഈ വാർത്തയിലൂടെ വന്നിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിലും പ്രതിഷേധം അലയടിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ കൂടിക്കാഴ്ച നടത്തി. വിസ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ 537 പാക് പൗരന്മാർ ഇന്ത്യ വിട്ടുപോയി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും അതിർത്തിയിൽ ഭീകരർ പ്രകോപനം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന പ്രധാനമന്ത്രി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കാർക്കുള്ളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. भारत के हम लोगों में जो आक्रोश है वो आक्रोश पूरी दुनिया में है. इस आतंकी हमले के बाद लगातार दुनिया भर से संवेदनाएं आ रही हैं. मैं पीड़ित परिवारों को फिर भरोसा देता हूं, उन्हें न्याय मिलेगा, न्याय मिलकर रहेगा. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തുടർ നീക്കങ്ങൾ ചർച്ചയായി. അതേസമയം പാക് പൗരന്മാർക്ക് അനുവദിച്ച വിസ കാലാവധി ഇന്ന് അവസാനിക്കും. രാജ്യതലസ്ഥാനത്ത് 5000 പാക് പൗരന്മാർ ഉണ്ടെന്നാണ് IBയുടെ കണക്ക്. ഈ പട്ടിക ഡൽഹി പോലീസിന് കൈമാറി. ഇതുവരെ 537 പാക് പൗരന്മാർ ഇന്ത്യ വിട്ടെന്നാണ് കണക്ക്. പാകിസ്ഥാനിൽ നിന്ന് 800 ഇന്ത്യൻ പൗരന്മാർ തിരിച്ചെത്തി. ഇതിനിടെ സൈനിക കരുത്തുകാട്ടി അറബിക്കടലിൽ ഇന്നും നാവികസേന മിസൈൽ പരീക്ഷണം നടത്തി. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമായ വിശാഖപട്ടണം, കൊൽക്കത്ത തുടങ്ങി ഡിസ്ട്രോയർ ക്ലാസ് യുദ്ധക്കപ്പലുകളും നീൽഗിരി ക്ലാസ് അടക്കമുള്ള ഫ്രിഗേറ്റ് യുദ്ധക്കപ്പലുകളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു. യുദ്ധം ചെയ്ത് ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന പാകിസ്ഥാൻ നേതാക്കൾക്ക് ആയുധബലത്തിന്റെ ചെറിയൊരു സാമ്പിളാണ് അറബിക്കടലിൽ നാവികസേന കാണിച്ചു കൊടുത്തത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. മിനിബാബ് ചോദിക്കുന്നു, എന്താണ് രാവിലെ കാണാഞ്ഞത്? മോർണിംഗ് ഷോയിൽ കണ്ടില്ലല്ലോ. മോർണിംഗ് ഷോയിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് കായംകുളത്ത് പുതുപ്പള്ളിയിൽ ഒരു ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തു. നിങ്ങൾക്കറിയതുപോലെ വിപ്ലവകാരിയും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകനുമായിരുന്ന പുതുപ്പള്ളി രാഘവൻ്റെ പേരുള്ള പുരസ്കാരം ഇന്ന് വിതരണം ചെയ്യുന്ന ചടങ്ങായിരുന്നു. പ്രശസ്ത പത്രപ്രവർത്തകൻ R രാജഗോപാലിന് ഞാനാണ് പുരസ്കാരം വിതരണം ചെയ്ത്. ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഞാൻ മടങ്ങിപ്പോന്നു. ഇവിടെ കൊച്ചിയിലെത്തി 24 വന്നു. ഇന്ത്യക്ക് നേരെ പ്രകോപനവും ഭീഷണിയും തുടർന്ന പാകിസ്ഥാൻ 130 ആണവായുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമെന്നും
വെള്ളം കൂടി മുട്ടിച്ച യുദ്ധമെന്നുമാണ് പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസിയുടെ ഭീഷണി. നിയന്ത്രണ രേഖയിലെ പാക് വെടിവയ്പ്പിന് ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടി നൽകി. അതേസമയം അതിർത്തി കടന്നുവെന്നാരോപിച്ച് പിടികൂടിയ BSF ജവാൻ BK സിംഗിനെ വിട്ടയക്കാൻ പാക് സേന ഇതുവരെ തയ്യാറായിട്ടില്ല. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിയിൽ കടുത്ത പ്രതിരോധത്തിലാണ് പാകിസ്ഥാൻ. തീരുമാനം ഇന്ത്യ പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് ഭീഷണി. ജലവിതരണം നിർത്തിയാൽ യുദ്ധത്തിന് തയ്യാറെടുക്കുമെന്നും പാക് മന്ത്രി ഹനീഫ് അബ്ബാസി. പാകിസ്ഥാന്റെ പക്കലുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ലെന്നും 130 ആണവായുധങ്ങളും മിസൈലുകളും ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുണ്ടെന്നും പാക് മന്ത്രി ഹനീഫ് അബ്ബാസിയുടെ മുന്നറിയിപ്പ്. अगर हमारा पानी बंद करेंगे तो फिर जंग के लिए तैयार हो जाएं। ये जो गोरी, शहीन, गजनवी, ये चौकों में सजाने के लिए नहीं हमने रखे हुए, ये हमने हिंदुस्तान के लिए रखे हैं बाबा। ये जो 130 एटॉमिक हमारे पास वेपन है वो हमने सिर्फ मॉडल बनाने के लिए नहीं रखे हुए, और आपको पता ही नहीं कि हमने पाकिस्तान के किस किस हिस्से में रखे हुए हैं. തുത്മാരി ഗലി, റാംപൂർ സെക്ടറുകളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സേനയ്ക്ക് നേരെ വീണ്ടും വെടിവെപ്പുണ്ടായി. പാക് നീക്കത്തെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. അതിർത്തി കടന്നെന്നാരോപിച്ച് പിടികൂടിയ BSF ജവാൻ PK ഷായെ വിട്ടുനൽകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. 3 പ്രാവശ്യം ചേർന്ന ഫ്ളാഗ് മീറ്റിംഗിലും ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ല. 4ാം ദിവസവും BSF ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുകയാണ്. സിന്ധു നദീ കരാർ മരവിപ്പിച്ച ഇന്ത്യൻ തീരുമാനത്തിൽ കടുത്ത അസ്വസ്ഥതയിലാണ് പാകിസ്ഥാൻ. ഭീഷണിയായും പ്രകോപനപരമായും പുറത്തുവരുന്ന പാക് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഇതിനു തെളിവ്. കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നീക്കം നിയമവിരുദ്ധമെന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണം. വിനീത VG 24 ഡൽഹി. പഹൽഗാമിൽ നിന്ന് അല്പനിമിഷങ്ങൾക്കകം ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരും. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഭീകരർക്ക് സഹായം നൽകിയെന്ന് സംശയിക്കുന്ന പ്രദേശവാസികളുടെ വീടുകളിലും പരിശോധന നടന്നു. കേസ് അന്വേഷണം ഇന്ന് NIA ഔദ്യോഗികമായി ഏറ്റെടുത്തു. പുതിയ വിവരങ്ങളുമായി പഹൽഗാമിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നു. ആഷ്മി, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പഹൽഗാമിലെ ജീവിതം എങ്ങനെ പോകുന്നു അതാദ്യം പറഞ്ഞിട്ട് ഈ ഭീകരർക്കായുള്ള തെരച്ചിലിൻ്റെ വിവരങ്ങളിലേക്ക്. താങ്ക് യു. നമ്മൾ പഹൽഗാമിൽ നിന്ന് ഈ രാത്രി ഒന്ന് ശ്രീനഗറിലേക്ക് വന്നു. നാളെ വീണ്ടും പഹൽഗാമിൽ മടങ്ങാനുള്ളതാണ്. എന്തായാലും തുടക്കത്തിൽ പറയുന്നത് പോലെ ഇന്ന് ദേശീയ അന്വേഷണ ഏജൻസി NIA ഈ അന്വേഷണം ഒഫീഷ്യലി ഏറ്റെടുത്ത ദിവസമാണ് ജമ്മു കാശ്മീർ പോലീസിന്റെ കൈവശം. നേരത്തെ അവർ പരിശോധന തുടങ്ങിയതാണെങ്കിൽ കൂടിയും ഒഫീഷ്യലി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുന്നു എന്ന പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. നാളെ ഈ സംഭവങ്ങൾ, ഈ 26 നിരപരാധികളുടെ കൂട്ടക്കുരുതിക്ക് കാരണമായി സംഭവങ്ങൾ എങ്ങനെ ഉണ്ടായി തുടങ്ങിയ സംഭവ വികാസങ്ങൾ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ അടക്കമുള്ള സംഭവങ്ങൾ ഉള്ള അന്വേഷണ രീതികൾ NIA ദേശീയ അന്വേഷണ ഏജൻസി ബൈസൺ വാലി നടക്കും. നമുക്ക് അതിന് കൂടുതൽ വിശദാംശങ്ങൾ ചില മീഡിയ അഡ്വൈസർ കാരണം നമുക്ക് പുറത്തേക്ക് പറയാൻ നിലവിൽ ഇപ്പോൾ കഴിയില്ല. എന്തായാലും അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് വീണ് കിട്ടുന്നത്. അത് അവിടെ പ്രാദേശിക ഫോട്ടോഗ്രാഫർ ചിത്രീകരിച്ച ചിത്രങ്ങളാണ്. അതിനകത്ത് വളരെ എവിഡന്റായി, വളരെ കൃത്യമായി തന്നെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായി തെളിയിക്കുന്ന വളരെ കൃത്യമായ തെളിവുകൾ ആണ് അത് എന്ന് തന്നെയാണ് NIA വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും അത് ഈ അന്വേഷണത്തിൽ ഏറെ സഹായകരമാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിനിടയിൽ ഇന്നിപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തീവ്രവാദത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ദിവസം കൂടിയാണ്. മുഫ്തി മുഹമ്മദ് സയ്യിദും അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ അവർ പറയുന്നത് തീർച്ചയായും തീവ്രവാദികളെ അവർക്ക് പരമാവധി ശിക്ഷ നൽകുമ്പോൾ തന്നെ, അവരെ ഏതാണ്ട് ഫിനിഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ നിരപരാധികളുടെ മേലേക്ക് സംശയത്തിന് കണ്ട് പോകരുത് എന്നുകൂടി അവർ അന്വേഷണ ഏജൻസികൾക്ക് ഒരു നിർദ്ദേശം പോലെ നൽകുന്നുണ്ട്. അതിനിടയിലും ഈ പാകിസ്ഥാന്റെ ഈ രീതിയിലുള്ള അതിഭീകരമായ ആണവായുധ ഭീഷണികൾ തമാശ എന്നോണം വീണ്ടും തുടരുന്നുണ്ട്. നേരത്തെ വിനീത പറഞ്ഞതുപോലെ നമ്മൾ സിന്ധു നദീ ജലക്കരാർ റദ്ദാക്കിയതിലുള്ള അത്രത്തോളം വെപ്രാളം ഈ ദിവസങ്ങളിൽ അവരുടെ പ്രതികരണങ്ങളിൽ അങ്ങേയറ്റം തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടോ പല നേതാക്കളുടെയും എന്ന് തോന്നുന്ന രീതിയിലുള്ള അങ്ങേയറ്റത്തെ വൈകാരികമായ അങ്ങേയറ്റത്തെ അക്രമോത്സുകമായ പല പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ ആ രീതിയിലുള്ള അതിൽ കുറച്ചുകൂടി കടുപ്പിക്കുന്ന രീതിയിൽ നയതന്ത്ര ചർച്ചകൾ, നയതന്ത്ര നീക്കങ്ങളൊക്കെ അങ്ങനെ പുരോഗമിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്ന് പഹൽഗാം വാലിയിൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ അവർക്ക് നഷ്ടമായി. ഒരു കണക്ക് പ്രകാരം
13 ലക്ഷം ബുക്കിംഗുകൾ ജമ്മു കാശ്മീർ മാത്രം ഈ സംഭവത്തിന് ശേഷം ഇല്ലാതായി എന്ന് പറഞ്ഞു. അപ്പോൾ എത്രത്തോളം കനത്ത ആഘാതം ഈ സംഭവം ജമ്മു കാശ്മീർ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാക്കി എന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്ന് പറയുമ്പോൾ പോലും പഹൽഗാമിൽ നമ്മൾ ബൈസൺ വാലിയിലൊക്കെ പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ കരയുകയാണ്. കാര്യം അവരുടെ ഏക വരുമാന മാർഗം ഇത് മാത്രമാണ്. ഈ കുതിരയെ കൊണ്ടുപോകുന്നതും ടാക്സി ഓടിക്കുന്നത് മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ ശ്മശാന ഭൂമി പോലെ കിടക്കുകയായിരുന്നു ബൈസൺ വാലി. അതിന് താഴേക്ക് ഇറങ്ങുമ്പോൾ പഹൽഗാമിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന വലിയ സംഘടനകൾക്കിടയിലും വലിയ വേദനകൾക്കിടയിലും നമുക്ക് ഒരു നേരിയ ആശ്വാസമാകുന്ന കാഴ്ച കണ്ടത് പഹൽഗാമിലേക്ക് ഈ കഴിഞ്ഞ 3 ദിവസം ഏതാണ്ട് പൂർണ്ണമായി തരിശായി വളരെ ഭീതിയിൽ നിന്ന ഒരു അന്തരീക്ഷത്തിൽ വളരെ കുറച്ച് ടൂറിസ്റ്റുകളാണെങ്കിൽ കൂടി അങ്ങോട്ടേക്ക് പഹൽഗാമിലേക്ക് വീണ്ടും എത്തുന്നു. അപ്പോൾ പഹൽഗാം നിവാസികളുടെ അവരുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാകുന്നു, വീണ്ടും പഴയതുപോലെ പഹൽഗാം ആകും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഇന്ന് പഹൽഗാം താഴ്വരയിൽ അവിടുത്തെ കച്ചവടക്കാരുടെ, അവിടുത്തെ ടാക്സി ഡ്രൈവർമാരുടെ, കുതിരോട്ടക്കാരുടെ ഒക്കെ ഒരു വമ്പൻ പ്രതിഷേധമുണ്ടായ സ്കൈൻ. ആ പ്രതിഷേധം അതിശക്തമായി തീവ്രവാദികൾക്കെതിരെയും ആ സംഭവം നടത്തിയ ഇൻസാനിയത്തിനെതിരെ അവർ കശ്മീരിനെതിരെ എന്ന് മാത്രമല്ല പറയുന്നത്, കശ്മീരിയത്തിനെതിരെ എന്ന് മാത്രമല്ല പറയുന്നത്, ഇൻസാനിയത്ത് മനുഷ്യത്വത്തിനെതിരെ നടത്തിയ ആക്രമണം എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ച മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു സ്കൈൻ: ടൂറിസ്റ്റ് ഹമാരെ ജാൻ ഹേ, ടൂറിസ്റ്റ് ഹമാരെ ഷാൻ ഹേ, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൽ പ്രകമ്പിതമായ ഒരു ദിവസം കൂടിയാണ് ഈ രാത്രി. നേരത്തെ നമ്മുടെ സ്ക്രീനിൽ സംസാരിക്കുമ്പോൾ കുറച്ചധികം ടൂറിസ്റ്റുകളെ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരുന്നുണ്ടോ, പ്രത്യേകിച്ച് മലയാളികൾ? SK ഉറപ്പായും 26 നിരപരാധികളുടെ കൂട്ടക്കുരുവി നടന്ന ഒരു സ്ഥലമാണ്. അതിന്റെ പെയിനും അതിന്റെ ഓർമ്മകളും എന്തായാലും ഇല്ലാതാവില്ല. അതുണ്ടാക്കുന്ന ഷോക്ക്, അതുണ്ടാക്കുന്ന നഷ്ടം ഇതിനോടകം തന്നെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. SK ഒരു ദിവസം 4000-5000 ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായിരുന്നു അത് നമ്മൾ ഇന്നലെ രാത്രി എൻകൗണ്ടർ ചെയ്യാൻ അവിടെ പോകുമ്പോൾ അവിടെ രാത്രിയിലെ തണുപ്പ് ആസ്വദിക്കാൻ പോലും ടൂറിസ്റ്റുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അവർ പറയുന്നുണ്ടായിരുന്നു, ചരിത്രത്തിൽ ഇന്നേ വരെ പഹൽഗാം ഈ രീതിയിൽ നിശബ്ദമായിട്ടില്ല, ഈ രീതിയിൽ മൂകമായിട്ടില്ല എന്ന് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആരോരുമില്ലാതെ കിടക്കുന്ന പഹൽഗാം വാലിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കുറച്ചുപേരെ കണ്ടു, മലയാളികളെ കണ്ടു, അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പഹൽഗാമിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഒരു 4000-5000 ടൂറിസ്റ്റുകൾ ദിവസം എത്തിയിരുന്ന സ്ഥലത്ത് 200-300 പേർ മാത്രമേ എത്തുന്നുള്ളൂ ഇപ്പോൾ. പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസം അതുപോലും ഉണ്ടായിരുന്നില്ല. SK ആരും മുകളിലേക്ക് കയറാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം SK ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ 18,000 രൂപയാണ്. അവിടെ പഹൽഗാമിൽ താമസിച്ച ഹോട്ടൽ ഒരു ദിവസം 18,000 രൂപയായിരുന്നു ഇതിന്റെ റെന്റ്. നമ്മൾ താമസിക്കുന്ന 1,500 രൂപ മാത്രമാണ് അവർ വാങ്ങുന്നത്. അത്രത്തോളം എല്ലാ മേഖലയിലും ഇപ്പോൾ ഹോട്ടലാവട്ടെ, ടാക്സി ഫെയർ ആവട്ടെ, എല്ലാം വല്ലാതെ കുത്തനെ ഇടിക്കേണ്ട സാഹചര്യം അവർക്ക് ഉണ്ടാകുന്നു. അപ്പൊ അത്രത്തോളം ദയനീയമായ സാഹചര്യത്തിൽ നിന്നും ആക്രമണത്തിന്റെ ഈ പറയുന്ന ദുരന്തത്തിന്റെ ഓർമ്മകൾ അവിടെ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ 4ാം ദിവസം കുറച്ചു പേരെങ്കിലും മല കയറി പഹൽഗാമിലേക്ക് എത്തുന്നത് അവർക്ക് വലിയ സന്തോഷമാണ്. അവരെ വലിയ ആദരവോടുകൂടി അവർ സ്വീകരിക്കുന്നു. അവരെ നമ്മൾ പൊന്നുപോലെ നോക്കുന്നു പറയില്ലേ, അങ്ങനെ പൊന്നുപോലെ നോക്കുന്നു. ഏറ്റവും സേഫായ സ്ഥലങ്ങളിൽ മാത്രം കൊണ്ടുപോകുന്നു. നമ്മൾ ആ മലയാളിയോട് സംസാരിച്ചിരുന്നു. അവർ തൃശ്ശൂരുകാരാണ്. അവർ പറയുന്നുണ്ടായിരുന്നു, അങ്ങേയറ്റം കെയറോടുകൂടിയ ഡ്രൈവർ സംസാരിക്കുന്നു പറയും. അതിനുശേഷം ഈ ഡ്രൈവർ വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സ്കെയിൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ അത്രത്തോളം ഇവിടെ വരുന്നവരെ അവരുടെ അതിഥികളെ പോലെ, അവരുടെ വീട്ടിലെ ഒരാളെ പോലെ, അവരുടെ കുടുംബത്തെ പോലെ തന്നെയാണ് അപ്പോഴും കാണുന്നത്, ഇപ്പോഴും എപ്പോഴും കാണുന്നത്. കാര്യം ഉറപ്പായും ഈ ടൂറിസ്റ്റുകൾ അവരുടെ ചോറാണ്, അവരുടെ അന്നമാണ്. അവർക്ക് അങ്ങനെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വീണ്ടും പഹൽഗാം 5000 പേർ വന്ന സ്ഥലത്ത് 200 പേരെങ്കിലും വരുന്നതിൽ അവർ നേരിയ സന്തോഷത്തിലാണ്. അധികം വൈകാതെ, ഒരുപാട് വൈകാതെ തന്നെ പഹൽഗാം അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കും, അവരുടെ ജീവിതം പഴയതുപോലെയാകും എന്നൊക്കെ അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ രാത്രി. SK താങ്ക് യു, ഗുഡ് നൈറ്റ് ആഷ്മി. ചിലപ്പോൾ അടുത്ത ബുള്ളറ്റിനും ആഷ്മി ആവശ്യം വരും. ശ്രീരാജ് കാലിക്കറ്റ് വരുന്നത്. ഹാഷ്മി ബ്രോ സേഫ് ആണല്ലോ? സേഫാണ്. അക്രമം ഏത് നിമിഷവും ഉണ്ടാകും, സുരക്ഷിത സ്ഥലത്ത് ഇരിക്കണം, അതൊക്കെ അങ്ങനെയുള്ള കരുതലുകളൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. മൂസ പറയുന്നു, ആഷ്മിയുടെ ഒറ്റ ശ്വാസത്തിലെ ഡയലോഗ് വേണം, ശ്രീനാഥിൽ നിന്നോ? അപ്പോൾ അത് വലിയ പാടല്ലേ. കേരളത്തിലേക്ക് വരട്ടെ, നമുക്ക് പറയിക്കാം. വിഷ്ണു സുരേഷ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ വൻ കഞ്ചാവ് വേട്ട നടന്നു. 30 കിലോയോളം കഞ്ചാവുമായി ഒരു യുവതി ഉൾപ്പെടെ 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് പിടിച്ചു എന്നാണ് വാർത്ത. വിശദാംശങ്ങൾ കാത്തിരിക്കുന്നു. ഇനി 24ൻ്റെ ഒരു ബിഗ് എക്സ്ക്ലൂസീവ് ഇന്നുണ്ടായിരുന്നു. മാത്രമല്ല 24ൻ്റെ പോരാട്ടം, ലഹരിക്കെതിരെയുള്ള അന്തിമ പോരാട്ടം നമ്മൾ തുടരുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായ വാർത്ത ആദ്യം പുറത്തുവിട്ടത് 24 ആയിരുന്നു. ഖാലിദ് റഹ്മാൻ, അഷറഫ് ഹംസ എന്നിവരാണ് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ഇന്ന് പുലർച്ചെ എക്സൈസിൻ്റെ പിടിയിലായി പോയത്. 2 പേരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടു. സംവിധായകനും ക്യാമറമാനുമായ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പോലീസ്
24 എക്സ്ക്ലൂസീവായി ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഈ ചലച്ചിത്ര ലോകത്തും ഇത് പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് MDMA-ക്കാളും മാരകമായ ഒരു ലഹരിയാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഹൈബ്രിഡ് കഞ്ചാവും കേരളത്തിലെ സിനിമാ മേഖലകളിൽ സജീവമാണ് എന്നറിയുന്നത് ഒരു ഷോക്കിംഗ് ന്യൂസാണ്. മറൈൻ ഡ്രൈവിലെ ഗ്രാൻഡ് ബേ ഫ്ളാറ്റിൽ രാത്രി 1 മണിയോടെയായിരുന്നു എക്സൈസിന്റെ പരിശോധന. 5ാം നിലയിൽ സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായത്. ഇവരോടൊപ്പം ഷാലിഫ് മുഹമ്മദ് എന്നയാളും ഉണ്ടായിരുന്നു. അവർ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അവർ ജസ്റ്റ് അതിനുള്ള ആരംഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പിടികൂടുകയായിരുന്നു. ഈ ഇത് കൊടുത്ത ഒരാളെ പറ്റി ഒരു ചെറിയ സൂചനയുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. 2:45 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലെത്തിച്ചു. പിന്നാലെ അറസ്റ്റ് നടപടികളും പൂർത്തിയാക്കി. വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് 3 പേരും എക്സൈസിനോട് സമ്മതിച്ചു. നമുക്കിപ്പോൾ പരിശോധനയ്ക്ക് സാധാരണമൊന്നുമില്ല. ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഇന്നൊരു സാധനം ഉണ്ട് എന്നറിയാൻ നമുക്ക് പരിശോധനയ്ക്ക് കയറാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കാടടച്ച് വെടിവെച്ച പോലായി. രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വാണിജ്യ അളവിൽ കഞ്ചാവില്ലാതിരുന്നതിനാൽ 3 പേരെയും വിശദമായി മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. കൊച്ചിയിലെ ഈ ഫ്ളാറ്റ് 3 മാസമായി നിരീക്ഷണത്തിലായിരുന്നു. സംവിധായകരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരിയുടെ ഉറവിടം തേടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എക്സൈസ്. ദൃശ്യങ്ങളടക്കം ഇന്ന് 24 പുറത്തുവിട്ട വാർത്ത സിനിമാ മേഖലയിലെ ലഹരി വ്യാപനത്തിന്റെ തീവ്രത അടയാളപ്പെടുത്തുന്നതാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന പേരുകൾ വലുതായിരിക്കും. ക്യാമറ പേഴ്സൺ അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് രാവിലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. റാഫി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. റാഫി ചെയ്ത് ഒരു വലിയ കാര്യമാണ് ഈ, കാരണം അർദ്ധരാത്രി കഴിഞ്ഞ് നടന്ന ഒരു സംഭവമാണ്. അത് പ്രേക്ഷകരിലേക്ക് യഥാസമയം എത്തിച്ചതിന് കൺഗ്രാജുലേഷൻസ്. എന്തായിരുന്നു ഈ ചലച്ചിത്ര സംവിധായകർ അവിടെ ചെയ്തു കൂട്ടിയത്? എക്സൈസിൻ്റെ ഭാഷയിൽ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടോ? താങ്ക് യു. തീർച്ചയായും ഇന്നലെ രാത്രി 1 മണിയോട് കൂടിയായിരുന്നു ഒരു രഹസ്യ വിവരം എക്സൈസിന് ലഭിക്കുന്നത്. തുടർന്നാണ് എറണാകുളത്തെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിലേക്ക് എക്സൈസ് സംഘം എത്തുന്നത്. 5 അംഗ എക്സൈസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തി 5ാം നിലയിലെ 506 നമ്പർ മുറി ഫ്ളാറ്റിലേക്ക്. ആ ഫ്ളാറ്റ് സിനിമാ സംവിധായകനും ഒപ്പം തന്നെ ക്യാമറാമാനുമായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ഫ്ളാറ്റിലെത്തി എക്സൈസ് സംഘം അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി, ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രമുഖ സംവിധായകന്മാരായ സിനിമയിലെ തന്നെ ഏറ്റവും പ്രമുഖരായി മാറിയ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി അതിലേക്ക് കടക്കുന്നതാണ്. ഉടനെ തന്നെയാണ് എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ഇവരിൽ നിന്ന് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കുന്നു. ഒപ്പം തന്നെ ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ സൂക്ഷിച്ചിരുന്ന ഉപകരണങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുക്കുന്നു. ഈ വിവരം ലഭിച്ചതിന് ശേഷം പുലർച്ചെ 2 മണിയോടുകൂടിയാണ് 24ന്റെ വാർത്താ സംഘം അവിടെ എത്തുന്നത്. പിന്നീട് നടക്കുന്നതെല്ലാം തന്നെ ഈ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ദൃശ്യങ്ങളായി നമ്മൾ നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് കൃത്യമായ മൊഴികൾ ശേഖരിക്കുന്നു, കഞ്ചാവ് പിടിച്ചെടുക്കുന്നു, അത് ഉപയോഗിക്കാൻ എത്തിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഇവരെ കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലേക്ക് എക്സൈസ് സംഘം കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇവരിൽ നിന്ന് വിശദമായ മൊഴി എക്സൈസ് സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഏറെ നിർണായകമായ വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചത്. വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത്ര തന്നെ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവർ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട്. സിന്തറ്റിക് ലഹരിയല്ല ഉപയോഗിക്കാറുള്ളത്, കഞ്ചാവാണ് എന്നാണ് ഇവർ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചത്. ഒപ്പം തന്നെ ഈ കഞ്ചാവിൽ എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ സോഴ്സ് എന്താണ്, ഇതിൻ്റെ വഴി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരിൽ നിന്ന് എക്സൈസ് കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നിലവിൽ എക്സൈസ്
എക്സൈസ് കടക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് കഞ്ചാവ് നൽകിയ ആൾ, ഇവർ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയ ആളെ എക്സൈസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിനിമാ മേഖലയിലേക്കുള്ള ഈ കഞ്ചാവിൻ്റെ ലഹരിയുടെ വഴികൾ അത് എക്സൈസിനെ മുറിക്കാൻ സാധിക്കും. കാരണം ഖാലിദ് റഹ്മാനെ പോലെയും അഷ്റഫ് ഹംസയെ പോലെയുമുള്ള ആളുകൾ സിനിമാ മേഖലയിലെ ചെറിയ ആളുകളല്ല, അവർ ചെറിയ മീനുകളല്ല, ഏറ്റവും വലിയ സംവിധായകരാണ്. സിനിമാ മേഖലയിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ആളുകളാണ്. ഏറ്റവും ഒടുവിൽ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രം ഈ മാസമാണ് റിലീസിനെത്തിയത്. മികച്ച പ്രേക്ഷക പ്രതികരണം ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം. ഒപ്പം തന്നെ അഷ്റഫ് ഹംസയെ കുറിച്ച് പറഞ്ഞാൽ ഭീമന്റെ വഴി, കുഞ്ചാക്കോ ബോബൻ നായകനായ ചിത്രമാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്ത ചിത്രം ഇതാണ്. ഈ സിനിമകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഈ സിനിമാ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധമുണ്ടാവും. അപ്പോൾ ഇവർക്ക് കഞ്ചാവ് നൽകിയ ആളുകൾ അത്ര തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് എക്സൈസിന്റെ നിഗമനം. അതുകൊണ്ട് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് തേടിപ്പോകുന്ന ആളുകൾ, ഇതിന്റെ വഴി, ഈ കഞ്ചാവിന്റെ ഉറവിടം, ഇതെല്ലാം പറഞ്ഞു. ആ സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് എക്സൈസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം, ചെറിയ അളവിലുള്ള കഞ്ചാവാണെങ്കിൽ പോലും അത് നൽകുന്ന വിവരങ്ങൾ, അത് നൽകുന്ന ഉറവിടത്തിന്റെ വിവരങ്ങൾ, അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം തുടർ അന്വേഷണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ റാഫി കരീം, താങ്കൾ ചെയ്തത് നല്ല കാര്യമാണ്. എന്തായാലും യഥാവിധം റിപ്പോർട്ട് 24 സ്ക്രീനിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു, അതും വലിയ കാര്യമാണ്. മുരളീധരമുള്ള ചോദിച്ചു, SK നമ്മുടെ ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തോ? റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ റിപ്പോർട്ടിൻ്റെ ഡ്രാഫ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് രണ്ട് എക്സ്പെർട്ടുകളുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മളിതിൽ ചില പോംവഴികളുമൊക്കെ നിർദ്ദേശിക്കാൻ ആലോചിക്കുന്നുണ്ട്. ലഹരി വേട്ട എന്തായാലും വളരെ നന്നായി നടക്കുന്നുണ്ട്. പോലീസും എക്സൈസും വളരെ സജീവമായി തന്നെ ഇത് നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വാർത്ത വന്നിരിക്കുന്നത്, സ്വന്തം ആവശ്യത്തിന് ഒരാൾ കഞ്ചാവ് കൃഷി ചെയ്തു. മറ്റാരുമല്ല, ബംഗാളിൽ നിന്ന് വന്ന ഒരാളാണ്. അത് എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. പെരുമ്പാവൂർ മാറമ്പള്ളിയിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശി നന്ദു മൊണ്ടാലിയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടുവരാന്തയിൽ നിന്ന് 31 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി പിടികൂടി. കഞ്ചാവ് വളർത്തി ഉണക്കി വിൽപ്പന നടത്തുന്നത് ഇയാളുടെ പതിവെന്നാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും ഇനി മറ്റൊരു കഞ്ചാവ് വേട്ട മൂവാറ്റുപുഴയിൽ നടന്നു. 30 കിലോയോളം കഞ്ചാവ് ഒരു യുവതി ഉൾപ്പെടെ 3 പേരെ പിടിക്കാൻ കാരണമായി എന്നാണ് പറയുന്നത്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വിഷ്ണു സുരേഷ് ടെലിഫോണിൽ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ഇതിലെ പ്രതികൾ? ഒഡീഷയിൽ നിന്നെത്തിയ 3 പേരുടെ പക്കൽ നിന്നാണ് 30 കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടിയത്. ഇവർ ഒഡീഷയിൽ നിന്ന് തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിൽ നിന്ന് ഓട്ടോ മാർഗം മൂവാറ്റുപുഴയിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടയിലാണ് പിടികൂടിയത്. 27ഓളം വരുന്ന പാക്കറ്റുകളിലാക്കിയായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഒഡീഷയിൽ 2000 രൂപക്ക് കഞ്ചാവ് വാങ്ങി അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ 20,000 രൂപക്ക് മറിച്ചു വിൽക്കുന്ന ഒരു സംഘമാണിത്. ഇവരിൽ ഒരു യുവതി അടക്കമുള്ള ആളുകളുണ്ട്. ഇതര സംസ്ഥാനക്കാർക്കും അതോടൊപ്പം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ചെറുകിട ആളുകൾക്കുമാണ് ഇവർ കഞ്ചാവ് മറിച്ചു വിൽപ്പന നടത്തുന്നത്. സ്വാഭാവികമായും ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം റൂറൽ SP M ഹേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ഷാഫി, SK പോയിട്ട് യാത്ര കൊണ്ട് ഗുണമുണ്ടായി. ലഹരി വേട്ട നന്നായി നടക്കുന്നു, ഉഷാറാണ്. തീർച്ചയായിട്ടും അത് ഉഷാറാവും. അത് മുഖ്യമന്ത്രി ഞാനുമായി നടത്തിയ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം ഉറപ്പ് നൽകിയ കാര്യമാണല്ലോ. ചലച്ചിത്ര സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ കൂടുതൽ അറസ്റ്റിന് എക്സൈസ് ഒരുങ്ങുകയാണ്. ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ചോദ്യം ചെയ്യലിൽ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമം നടത്തി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും എക്സൈസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസക്കും കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എക്സൈസ് നീക്കം. ആദ്യപടിയായി ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുന്നതും കുറ്റകരമാണ്. സമീർ താഹിറിന്റെ അറിവോടെയാണ് ലഹരി ഉപയോഗമെന്ന ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടാൽ പ്രതി ചേർക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമീറിന് ഉടൻ നോട്ടീസ് അയക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി ഡയറക്ടർ TM മജു 24നോട് പറഞ്ഞു. അവിടുന്ന് നമുക്കൊരു 1.65 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്ങും ക്രഷ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം അവിടുന്ന് ലഭിക്കുകയുണ്ടായി. NDPS ആക്ട് പ്രകാരം ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇടം കൊടുത്താൽ തന്നെ അതൊരു ഓഫൻസാണത്. ഇയാളുടെ റൂമിലാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ റൂമിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ചോദ്യം ചെയ്യും. നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നു. സംവിധായകൻ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. ആദ്യഘട്ടത്തിൽ സ്വന്തം പേരുവിവരങ്ങൾ മറച്ചുവെച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിയിലായ സംവിധായകർക്ക്
ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയ ആളെക്കുറിച്ച് ചില വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 2 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല. ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമയുമായി പ്രതികൾ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം, പിടിയിലാകുന്ന സിനിമാക്കാരുടെ എണ്ണം ആഴ്ചതോറും കൂടി വരികയാണ്. സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച എക്സൈസ് പരിശോധനകൾ കൂടുതൽ കടുപ്പിച്ചാൽ ഈ എണ്ണം ഇനിയും വർദ്ധിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഫൈസൽ, വയനാട് പ്രദേശ്, നിങ്ങൾ പെരുമ്പാവൂരിൽ പോയി ഒരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്യണം. കാരണം അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കുറേ വർഷമായി ഈ സാഹചര്യം നിലനിൽക്കുകയാണ്. പോലീസും നിങ്ങളും കൂടി സംയുക്തമായി വേണം പോകാൻ. ഫൈസൽ, തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യം ആലോചിക്കാം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹെഡ്ലൈൻ. സംസ്ഥാനത്തെ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മരിച്ചത് അട്ടപ്പാടി സ്വർണ്ണഗദ്ദ മേഖലയിലെ കാളി. കാട്ടാൻ ആക്രമിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയപ്പോൾ നെഞ്ചിലും കൈകാലുകളിലും ഗുരുതരമായി പരിക്കേറ്റു. നിർഭാഗ്യകരമായ സംഭവമെന്ന വനമന്ത്രി AK ശശീന്ദ്രൻ. കുടുംബത്തിന് നഷ്ടപരിഹാരമായ 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. ബിഗ് എക്സ്ക്ലൂസീവ്. കൊച്ചിയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസയും ലഹരി ഉപയോഗിച്ചത് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ച്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM മഞ്ജു. ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇടം കൊടുത്താൽ തന്നെ അതൊരു ഒഫൻസാണത്. അതുകൊണ്ട് മാത്രമല്ല, ഇയാളുടെ റൂമിലാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ റൂമിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ചോദ്യം ചെയ്യും. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് ഡയറക്ടേഴ്സ് യൂണിയൻ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക്. നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും നാളെ എക്സൈസ് ചോദ്യം ചെയ്യും. നടപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്മീല സുൽത്താനയുമായുള്ള ഇടപാടുകൾ പുറത്തു വന്നതോടെ ബിഗ് ബോസ് താരം ജിൻഡോയും യുവ മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അന്വേഷണത്തിന് തയ്യാറെടുത്ത കേന്ദ്ര ഏജൻസികളും. എക്സ്ക്ലൂസീവ്. ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത് മലയാളികളുടെ വൻ സംഘം. 3 മാസത്തിനിടെ പിടികൂടിയത് 50 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ്. കേരളത്തിലേക്ക് എത്തുന്നവയിൽ കഞ്ചാവ് ചേർത്ത മിഠായിയും ഐസ്ക്രീമും. ലഹരി സംഘത്തിന്റെ പ്രവർത്തനം ബാങ്കോക്കിൽ കഞ്ചാവ് നിയമവിധേയമായതിന്റെ മറവിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ നടപടിയെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. നീതി ഉറപ്പാക്കുമെന്ന് നരേന്ദ്രമോദി. न्याय मिलेगा, न्याय मिलकर रहेगा. इस हमले के दोषियों और साजिश रचने वालों को कठोरतम जवाब दिया जाएगा. അറബിക്കടലിലെ യുദ്ധക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണവുമായി നാവികസേന. പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംയുക്ത സൈനിക മേധാവി. ബന്ദിപ്പോരയിൽ ഭീകരരുടെ വീടുകൾ തകർത്തു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട N രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ വെടിവയ്പ് ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം. ആണവായുധ ഭീഷണിയുമായി പാക് മന്ത്രി ഹനീഫ് അബ്ബാസി. അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാനെ വിട്ടു നൽകാതെ പാകിസ്ഥാൻ. പാക് പൗരന്മാർ ഇന്ത്യ വിടാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കും. കേരളത്തിൽ നിന്ന് 6 പേർ മടങ്ങിപ്പോയി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് PK ശ്രീമതിയെ പിണറായി വിജയൻ വിലക്കിയെന്ന വാർത്ത തള്ളി CPIM. വിലക്കുണ്ടെങ്കിൽ പറയേണ്ടത് CPIM ജനറൽ സെക്രട്ടറി എന്ന് MV ഗോവിന്ദൻ. ഇല്ല, ഒരു നിയന്ത്രണം. CM എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് CM ആണോ? അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ വരിക. പങ്കെടുക്കേണ്ട യോഗത്തിൽ PK ശ്രീമതി പങ്കെടുക്കുമെന്ന് MA ബേബി. അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് എഴുതിയിട്ടുണ്ട്. വിലക്ക് വാർത്ത അടിസ്ഥാനരഹിതമെന്ന് PK ശ്രീമതി. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികളും വരുന്നു. രാജ്യാന്തര തലത്തിൽ ലഹരി
സ്വർണം എന്നിവ കടത്തിയെന്ന് കണ്ടെത്തിയതാണ് കേന്ദ്ര ഏജൻസികൾ വിവരം തേടാൻ എത്തുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് ഇത്രയധികം കഞ്ചാവ് പിടികൂടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അന്വേഷണ വിവരങ്ങൾ എക്സൈസ് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറുമെന്നറിയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ ഏജൻസികളെയൊക്കെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അമ്പരപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? SKN ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം ഇങ്ങനെ ഒരു തരത്തിൽ സ്വർണവും കഞ്ചാവും ഒക്കെ തന്നെ കടത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ വലിയ ആശ്ചര്യമാണ് കസ്റ്റംസ് അടക്കമുള്ള ദേശീയ തലത്തിലെ ഏജൻസികൾക്കുള്ളത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇതിനോടകം തന്നെ എക്സൈസിനോട് തേടിയിട്ടുണ്ട്. പക്ഷേ തെളിവുകൾ എന്താണ്? ഇത് സംബന്ധിച്ച് മുൻകാല രീതിയിൽ ഈ പ്രതികളെ പിടിച്ചിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. 2017 ഈ തസ്ലീമ സുൽത്താനെ തന്നെ നേരത്തെ ഡൽഹിയിൽ വെച്ച് സ്വർണം പിടികൂടിയിട്ടുണ്ട്. അന്ന് തിഹാർ ജയിലിൽ തസ്ലീമ സുൽത്താന 1.5 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ദേശീയ ഏജൻസികൾ ഞെട്ടിക്കുന്നൊരു വിവരം, ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, ഒപ്പം തന്നെ സ്വർണം, ഈ രീതിയിൽ സ്വർണവും ഇതിനു മുൻപ് ഇവർ കടത്തിയിട്ടുണ്ട്. 2017 മുതൽ ഈ കാലയളവ് വരെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ ഈ രീതിയിൽ സ്വർണം കടത്തിയിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ കേസിലെ പിന്നീട് പിടിയിലായിട്ടുള്ള തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ കഴിഞ്ഞ 2 വർഷത്തിനിടെ യാത്ര നടത്തിയത് 5 രാജ്യങ്ങളിലാണ്. ദുബായ്, ഹോങ്കോങ് അടക്കമുള്ള മലേഷ്യ, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങൾ ഇയാൾ സന്ദർശിച്ചിട്ടുണ്ട്. അത് എമിഗ്രേഷൻ വിവരങ്ങൾ ഇയാളുടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് ഇയാൾ വിമാനത്താവളം വഴി തന്നെ സ്വർണം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ഏജൻസികൾക്ക് അറിയേണ്ടത് ഈ കഞ്ചാവിനപ്പുറം ഇവർ കടത്തിയിട്ടുള്ള സ്വർണത്തിൻ്റെ വിവരങ്ങളെ സംബന്ധിച്ചാണ്. ഇങ്ങനെ ഈ കേരളം കേന്ദ്രീകരിച്ച് സ്വർണം കടത്തുന്ന ഒരു സംഘമുണ്ടെങ്കിൽ, ഈ രീതിയിൽ കഞ്ചാവും സ്വർണം കടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള കസ്റ്റംസ് അടക്കം തേടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സുൽത്താനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്, സുൽത്താൻ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വർണവും കഞ്ചാവും കടത്തുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ന മറവിലാണ്. ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു കട ഇയാൾ ചെന്നൈയിൽ നടത്തി വരുന്നുണ്ട്. അങ്ങനെ ആ ചെന്നൈയിലെ സ്ഥാപനത്തിൻ്റെ മറവിൽ ഇയാൾ ഔദ്യോഗികമായി തന്നെ വിദേശ രാജ്യങ്ങളിൽ യാത്ര നടത്തി ലക്ഷക്കണക്കിന് രൂപയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ടാണ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിലേക്ക്, കേരളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഇടയിലോ മറവിലോ വെച്ചായിരിക്കാം ഇയാൾ ഇത്രയും അധികം ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നത്. സാധാരണ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നതൊക്കെ തന്നെ ഈ വിമാനത്താവളത്തിൽ വെച്ചാണ്. ഏകദേശം ഒരു കണക്ക് വന്നതിൽ വെച്ച് കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷത്തിനിടെ 50 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വിമാനത്താവളത്തിനകത്ത് വെച്ചാണ്. പുറത്തേക്ക് ഇത്രയും അധികം ക്വാണ്ടിറ്റി കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല. അത് വിമാനത്താവളത്തിനകത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ വളരെ ഏറ്റവും ബുദ്ധിപൂർവമായ രീതിയിൽ ഇതിനു മുൻപൊന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ കാണാത്ത രീതിയിലായിരിക്കാം ഇവർ ഇത് എത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇനി ആലപ്പുഴയിലടക്കം ഈ 3 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എത്തിച്ചടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി ഏറ്റവും നിർണായകമായ ഒരു നാളെയാണ് ഈ കേസിൽ ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി അടക്കം 5 പേർക്ക് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി നാളെയാണ് ഇവരെ ചോദ്യം ചെയ്യാൻ ആലപ്പുഴയ്ക്ക് വിളിച്ചു വരുത്തുക. ഓക്കെ, മനീഷ് മഹിബാലാണ് ഈ പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടിയും പറയാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരിൽ നിന്ന് ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടിയെന്ന വാർത്തയുണ്ട്. തടവുകാരായ രഞ്ജിത്ത്, അഖിൽ, ഇബ്രാഹിം, ബാദുഷ എന്നിവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ, എയർപോഡ്, USB കേബിൾ, സിം തുടങ്ങിയവയെല്ലാം ഇവരിന്ന് പിടിച്ചെടുത്തു എന്നാണ് വാർത്ത. അരുൺ പൂപ്പറമ്പ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ടെലിഫോണിൽ ഇപ്പോൾ അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, യഥാർത്ഥത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് മുമ്പും പരാതി കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്, മാത്രമല്ല തടവുകാർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം അത് പിടിച്ചെടുത്തോ? SKN സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുതരമായിട്ടുള്ളൊരു കേസാണ് നിലവിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരികയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഈ ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് ചില വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. മറ്റ് തടവുകാരിൽ നിന്നാണ് അത്തരം സൂചനകൾ ലഭിച്ചത്. ഇതേ തുടർന്നാണ് യാതൊരു സൂചനയുമില്ലാതെ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് തടവുകാരായിട്ടുള്ള
രഞ്ജിത്ത്, അഖിൽ, ഇബ്രാഹിം ബാദുഷ എന്നിവരിൽ നിന്നും ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇപ്പോൾ ജയിൽ അധികൃതർ തന്നെ കണ്ടെത്തിയത്. പിന്നീട് ജയിൽ സൂപ്രണ്ട് അതിന്റെ ഒരു നടപടിക്രമം എന്നോണം അതിൽ പോലീസിൽ പരാതി നൽകി. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ടൗൺ പോലീസ് ഇപ്പോൾ ഇതിൽ കേസെടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോണ്, എയർപോഡ്, USB കേബിൾ, സിം തുടങ്ങിയവയാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് എന്നതാണ് ഇപ്പോൾ ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. അതിൽ കൂടുതൽ പരിശോധന ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ്. ഇത് അടിപിടി കേസിൽ തടവിൽ കഴിയുന്ന പ്രതികളിൽ നിന്നാണ് നിലവിൽ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രമാദമായ നിരവധി രാഷ്ട്രീയ കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെ നിലവിൽ അവിടെ തടവിൽ കഴിയുന്നുണ്ട്. ആ രീതിയിലുള്ള കൂടുതൽ പരിശോധനയിലേക്ക് കടക്കും എന്നതാണ് ജയിൽ അധികൃതർ നിലവിൽ നൽകിയിട്ടുള്ള വിവരം. ഇപ്പോൾ യാതൊരു സൂചനയും ഇല്ലാതെയാണ് ഇന്ന് പകൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഉപകരണങ്ങളെല്ലാം ജയിലിൽ നിന്ന് കണ്ടെത്തിയത്. താങ്ക് യു അരുൺ പൂപ്പറമ്പ. എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് അറിയുന്നത് തികച്ചും ഒരു ഷോക്കിംഗ് വാർത്ത തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തമിഴ്നാടിൽ നിന്ന് വരുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തിയെന്ന വാർത്തയാണ് വരുന്നത്. മന്ത്രി സെന്തിൽ ബാലാജിയും K പൊന്മുടിയും മന്ത്രിസഭയിൽ നിന്ന് പുറത്തായി എന്ന വാർത്ത. അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സെന്തിൽ ബാലാജി തിരിച്ചടി നേരിട്ടു. അതോടെയാണ് അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായത്. ലൈംഗിക തൊഴിലാളികളെയും ഹൈന്ദവ ദൈവങ്ങളെയും അപമാനിച്ചതാണ് K പൊന്മുടി മന്ത്രിക്ക് വിനയായത്. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. റഗീസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും ഇവർ അദ്ദേഹത്തിൻ്റെ അടുത്ത കക്ഷികളാണ്. ഇവരെ രണ്ടുപേരെയും മുഖ്യമന്ത്രിക്ക് ഒഴിവാക്കേണ്ടി വന്നു എന്നാണല്ലോ വിവരം. SKN സുപ്രീം കോടതിയിൽ നിന്നും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതിനു പിന്നാലെയാണ് ഈ രണ്ട് മന്ത്രിമാരെയും തന്റെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യാൻ MK സ്റ്റാലിൻ നിർബന്ധിതനായിരിക്കുന്നത്. കാരണം മന്ത്രിസഭയിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള DMK-യിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കളാണ്. അത് സ്റ്റാലിൻ ആൾബലം കൊണ്ടാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് മന്ത്രിമാരെയാണ് ഇപ്പോൾ പുറത്താക്കേണ്ടി വന്നിരിക്കുന്നത്. അതായത് മന്ത്രി സെന്തിൽ ബാലാജിയെ സംബന്ധിച്ചിടത്തോളം 2013-ൽ AADMK സർക്കാരിന്റെ കാലത്തുണ്ടായ ഒരു കേസ്, അത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ശിക്ഷിച്ചിരുന്നു. അങ്ങനെ ഈ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. പിന്നീട് 2018-ൽ DMK-യിൽ വന്ന് സ്റ്റാലിന്റെ വിശ്വസ്തനായി മാറിയ ആളാണ്. അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോൾ അറസ്റ്റിലാകുന്നു. 471 ദിവസം ജയിലിൽ കഴിയുന്നു. ജയിലിലെത്തിയതിനു ശേഷവും ഏതാണ്ട് 6-7 മാസം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. അതിന് പിന്നാലെ ഇക്കാര്യം സുപ്രീം കോടതി അറിയിച്ചുകൊണ്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങി 4-ാം ദിവസം അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിൽ തന്റെ പഴയ വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതിനു പിന്നാലെയാണ് കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് വന്നത്. അങ്ങനെ കഴിഞ്ഞ ഹിയറിംഗിന് കോടതി നിശിതമായ വിമർശനമാണ് നടത്തിയത്. ഈ സെന്തിൽ ബാലാജിക്ക് ജാമ്യം വേണമോ മന്ത്രിസ്ഥാനം വേണമോ, മന്ത്രിയായി നിൽക്കാമെങ്കിൽ താങ്കൾക്ക് വീണ്ടും ജയിലിലേക്ക് പോകാമെന്ന സൂചന കോടതി നൽകി. നാളെ ഈ കേസിൽ വീണ്ടും വാദം തുടരാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. K പൊന്മുടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തിരിച്ചടികളുടെ കാലമാണ്. ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെയും ഒപ്പം ഹൈന്ദവ ദൈവങ്ങൾക്കുമെതിരെ നടത്തിയ പരാമർശത്തിന് പിന്നാലെ അദ്ദേഹത്തിനെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കി. ഇപ്പോൾ ഇതാ മന്ത്രിസഭയിൽ നിന്നും നീക്കിയിരിക്കുന്നു. എന്തായാലും അടിമുടി മാറ്റങ്ങളാണ്. അവസാന വർഷം ഒരു പഴിയും കേൾക്കാതെ മുന്നോട്ട് പോകാനുള്ള സ്റ്റാലിന്റെ നീക്കങ്ങളാണ് ഇതിന് പ്രധാനമായും പിന്നിലുള്ളത്. SKN. ഇനി നിലമ്പൂരിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് പറയുന്നു. മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. PV അൻവർ ഫാക്ടർ നിലമ്പൂരിൽ ഇല്ല, CPA ലത്തീഫ് 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ ബിൻ കരീം ചേരും. ആദ്യം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. ഈ പ്രാവശ്യം മത്സരിക്കണമോ വേണ്ടുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമുണ്ട്. ഇനി ഒരു വർഷം മാത്രമേ ഇനി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്ന കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട്. BJP മത്സരിക്കുന്നില്ലെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരു ഡീലാവാനാണ് സാധ്യത. ഇതൊക്കെ തുറന്ന് പറയാനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ ഒരു പക്ഷേ മത്സരിക്കേണ്ടി വരും. അൻവർ ഒരു ചെറിയ ഫാക്ടറാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഒരു വലിയ ഫാക്ടറാണെന്ന്. എങ്കിൽ പോലും ആ ചെറിയ ഫാക്ടർ അൻവർ ഒരു പക്ഷേ ഇന്ന് ഒരു കോൺഗ്രസിലേക്ക് പോയിട്ടില്ല. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ പറയും.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കണക്കുകൂട്ടലും ഒക്കെ തന്നെ നടത്തി വരികയാണ്. അതിനിടയിലാണ് നമ്മൾ SDPയുടെ പ്രതികരണം കൂടി തേടിയത്. കാരണം നിലമ്പൂരിൽ 4000-ഓ 5000-ഓ വോട്ടിന് ഒരു പക്ഷേ ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയം തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SDPക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 4000-ഓളം വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ CP ലത്തീഫ് തന്നെ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് നിലമ്പൂരിൽ ഈ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് പ്രാദേശിക ജില്ലാ ഘടകങ്ങൾ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നുള്ള തീരുമാനമാണ് പറയുന്നത്. എന്നാൽ സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കാരണം വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊക്കെ തന്നെ ആ ഒരു സാമ്പത്തിക മുലൊക്കെ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഈ SDP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. മാത്രമല്ല ഈ BJP മത്സരിക്കില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ BJP മത്സരിക്കുന്നില്ലെങ്കിൽ അത് എന്തോ ഒരു ഡീലിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ആ ഡീൽ തുറന്നു കാട്ടണമെങ്കിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം SDPക്ക് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയാണ് എടുക്കുക. അടുത്ത യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് SDP വ്യക്തമാക്കുന്നത്. മാത്രമല്ല നിലമ്പൂരിൽ PV അൻവറിന് കാര്യമായ സ്വാധീനമില്ല, ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് SDPയുടെ വിലയിരുത്തൽ. കാരണം അദ്ദേഹം MLA എന്നുള്ള നിലയിൽ ഒരു PV അൻവർ ഒരു പരാജയമായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പോലും ശക്തമായത് മൂലം മാത്രമാണ് വിജയിച്ചത് എന്നും SDP വ്യക്തമാക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആർക്ക് പിന്തുണ നൽകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ആരും ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുമില്ല എന്നുള്ളതാണ് SDP വ്യക്തമാക്കുന്നത്. താങ്ക് യു സമീർ ബിൻ കരീം. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രക്ഷയില്ല. സ്ത്രീ സൗഹൃദം പേരിന് മാത്രം. മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തിനിടെ ലൈംഗിക അതിക്രമങ്ങളിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് 2 ജീവനക്കാർ. കോഴിക്കോട് ICU പീഡനത്തിന് ശേഷവും കാര്യമായ പഠനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന വാർത്ത. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത്? പറയൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ലൈംഗികാതിക്രമത്തിൻ്റെയും ലൈംഗിക ചൂഷണത്തിൻ്റെയും പേരിൽ 2 ജീവനക്കാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അതേസമയം ആ ആശുപത്രിക്ക് ഇപ്പോഴും സ്ത്രീ സൗഹൃദം എന്ന പേര് നൽകിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടന്നൊരു രോഗിയെ കയറി പിടിച്ചതിനൊരു ജീവനക്കാരൻ, ഗ്രേഡ് 2 ജീവനക്കാരനായ ദിൽകുമാറാണ് അറസ്റ്റിലാവുകയും അതിന് പിന്നാലെ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. അതിനു മുൻപ് കൂട്ടിരിപ്പുകാരിയെ സഹായ വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ മറ്റൊരു ജീവനക്കാരനെ 3 ആഴ്ച മുൻപായിരുന്നു സസ്പെൻഡ് ചെയ്തത്. അത് അത്യാഹിത വിഭാഗത്തിൽ OP ടിക്കറ്റ് നൽകുന്നൊരു ആളായിരുന്നു. ആ ജീവനക്കാരനെതിരെയായിരുന്നു നടപടി. ഇയാൾ സ്ഥിരമായി തന്നെ ഇവിടെ എത്തുന്ന കൂട്ടിരിപ്പുകാർക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള സഹായ വാഗ്ദാനം നൽകുകയും ലൈംഗിക ചൂഷണത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അന്നൊന്നും നടപടിയോ പ്രത്യേകിച്ച് ഏതെങ്കിലും നിലയിൽ കൈക്കൊള്ളാൻ വകുപ്പ് തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെ ഇക്കാര്യം പിടികൂടിയതിന് ശേഷമാണ് നടപടിയിലേക്ക് കടന്നത്. കോഴിക്കോട് ICU പീഡനം നടന്നതിന് ശേഷം വിശദമായ പദ്ധതിയും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സുരക്ഷ ഉറപ്പാക്കലുമൊക്കെ മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ അറിയിച്ചതാണ്. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മുൻകൈ എടുക്കാൻ ഇപ്പോഴും ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്നും നമ്മൾ ബോധ്യപ്പെടുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ചേവായൂർ സൂരജ് കൊലപാതകം കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 10 പേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഇയാളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. മിഥില ബാലൻ കോഴിക്കോട് നിന്ന്. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. 10 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഈ വ്യക്തിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോളേജിലുണ്ടായ ഒരു പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഒരു ശനിയാഴ്ച രാത്രി ഉണ്ടായ മർദ്ദനവും കൊലപാതകത്തിലേക്കുമെല്ലാം നയിച്ചിട്ടുണ്ടായിരുന്നത്. ആ കേസിൽ ആണ് നേരത്തെ 10 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. ആ 10 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കഴുത്തിനേറ്റ ക്ഷതം, അതിനെ തുടർന്നുണ്ടായ ശ്വാസമുട്ടൽ, ഇതാണ് ഇത്തരത്തിലുള്ള മരണത്തിന് കാരണമെന്നാണ് പ്രാഥമികമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇനിയും ഇതിൽ പ്രതികളുണ്ട്. ആ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ചേവായൂർ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും. പ്രൈം ടൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇനി നമ്മുടെ വാൽകഷ്ണം. ഒന്നും പറയണ്ട, നിലമ്പൂരിൽ തിരക്കിട്ട ചർച്ചകളാണ്. തെരഞ്ഞെടുപ്പ് വടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ മുന്നണി പ്രവേശനത്തിനായി ചില വാതിലുകളുടെ പടിക്കൽ പലരും അങ്ങനെ നിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകൾക്കാണോ മുന്നണി പ്രവേശനത്തിനാണോ നിലമ്പൂരിൽ മുൻതൂക്കം? എം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണം. നിങ്ങളൊക്കെ സുഖമായിട്ട് വീട്ടിലിരിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന് നിങ്ങളെയൊക്കെ ഇറക്കേണ്ടി വന്നതിൽ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളൊരാളോട് യുദ്ധം പ്രഖ്യാപിച്ച് ഇറങ്ങിയതല്ലേ, മൂപ്പര് പറയട്ടെ. നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. അപ്പൊ ഭാഷക്ക് ശുദ്ധി വന്ന സ്ഥിതിക്ക് നിലമ്പൂരിലെ ചർച്ചകൾ മാറുമോ? നിലമ്പൂരിലെ ചർച്ചാ വിഷയം പിണറായിസം, അതിനെന്ത് തർക്കം? അതും തന്നെ തർക്കം ഉണ്ടാവോ? അതോ ചർച്ചക്ക് റെഡിയാണോ? ഞാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത്. മൂപ്പര് റെഡിയാണ്. പക്ഷേ അവിടെ വേറൊരു ചർച്ച നടക്കുന്നുണ്ട്. UDFന്റെ വാതിൽക്കൽ മുട്ടി ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കണത് പോലെ മുന്നണിയിൽ കയറ്റുമോ എന്ന് ചോദിച്ച് ഒരാൾ നടക്കുന്നുണ്ട്. എല്ലാരും മനുഷ്യരല്ലേ. അമ്മി കൊത്താനുണ്ടോ കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. സംഗതി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയിൽ കയറണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നെരുക്കാണ്. അങ്ങനെ UDFന്റെ ഒപ്പം നിന്നുങ്ങാണ്ട് നിലമ്പൂരിലെ ചുമതല മൊത്തമായിട്ട് ഏറ്റെടുക്കണം. പക്ഷേ നിലമ്പൂരിലെ ചുമതല വിട്ടുകൊടുക്കാൻ ചിലവർക്ക് താല്പര്യമല്ല. എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ. ലീഗിന് രസിക്കണില്ല. ഒരു തീരുമാനം ഉണ്ടാക്ക്. വിളിച്ചു, തീരുമാനവും കിട്ടി. അൻവറിന്റെ യോഗ്യത ചർച്ച ചെയ്യേണ്ട സമയമാണോ ഇത് എന്നാണ് അവിടെ പലരും ചർച്ച ചെയ്തത്. എന്നെ രക്ഷിക്കണം. ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാന്ന് പറഞ്ഞ അവസ്ഥയാണ്. അനിവാര്യമായ ദുരന്തങ്ങളെ അവർ നേരിടട്ടെ എന്നല്ലാതെ ഞങ്ങൾക്കതിന് മറ്റൊരു കാര്യവും പറയാനില്ല. അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമേ അല്ല. അപ്പൊ മുന്നണിയിലെങ്ങാനും എടുത്തിട്ടില്ലെങ്കിൽ എന്താക്കര മൂപ്പരുടെ അടുത്ത പരിപാടി എന്നാണ് മനസ്സിലാവാത്തത്. അങ്ങനെ കുത്തുകയാണെങ്കിൽ ആ കുത്ത് കണ്ട് രസിക്കാൻ ആരെങ്കിലും അവിടെ റെഡി ആയിരിക്കുന്നുണ്ടോ? ഞാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിനാണോ അതോ സ്ഥാനാർത്ഥി ചർച്ചക്കാണോ UDF തലപുകന്നെ ആലോചിക്കണേന്ന് കണ്ടറിയാം. യെസ്, ഈ രാത്രി ഇത്രയും മതി. പ്രൈം ടൈം പൂർത്തിയാകുന്നു.